ോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത്. എനിക്ക് വട്ടാണോ? ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാം. എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യിൽ. 5 വർഷം ഗണേഷ് കുമാറിനെ MLA ആക്കിയതിന്റെ ഗുണം അത് ഒറ്റ കാര്യമുള്ളൂ. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും യാതൊരു പരിക്കും കൂടാതെ ഏത് പാതിരായ്ക്കും അഭിമാനത്തോടെ ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112ലേക്ക് ഏതെങ്കിലും ഒരു ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ മന്ത്രി ഗണേഷ് കുമാർ എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. റിയാക്ടിങ് ടു റിയാക്ഷൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മന്ത്രി ഗണേഷ് കുമാർ എയറിലായിരിക്കുക എന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഇതെന്താണ് മത്സരം? ഒരാൾ താഴെ വരുമ്പോൾ അടുത്ത ആൾ മുകളിലോട്ട് പോകാനായിട്ട്. എന്തായാലും കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലായിടത്തും മത്സരമായിട്ട് നടത്തുകയാണ്. ഇതൊരു ഇലക്ഷനായിട്ട് അടുത്ത് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു നാടകീയ രംഗങ്ങളാണെന്ന് തോന്നുന്നു. സംഭവം എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുപോകും. ഓക്കെ, വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം. അങ്ങ് തമിഴ്നാട്ടിൽ വിജയണ്ണനെ മാത്രം മതിയോ ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ളൊരു അവിഹിത കഥ? നമ്മുടെ നാട്ടിലും വേണ്ടയുടെ ഇതുപോലത്തെ ഒരു അവിഹിത കഥ. അതാണ് ഇപ്പോൾ ഗണേഷ് കുമാർ MLA പറ്റിയിട്ട് ചുറ്റിപ്പറ്റിയിട്ട് വന്നിട്ടുള്ളത്. തൻ്റെ ഭാര്യയായിട്ടുള്ള ബിന്ദുവാണ് രംഗത്തെത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. 2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ആലോചിക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എന്തേ ഇയാൾ ഏറി പോകുന്നില്ല? ഒരുപാട് സംഭവങ്ങളുണ്ട് ഇയാളെ ചുറ്റിപ്പറ്റിയിട്ട്. സീരിയസ്ലി ഞാൻ ഈ 2 വർഷം മുന്നേ അറിഞ്ഞേക്കുന്ന വലിയൊരു ബോംബ് സംഭവം ഉണ്ടായിരുന്നു. അതിന് മുന്നേ വരെ ഞാനും വിചാരിച്ചിരിക്കുന്ന പല ആൾക്കാരെയും പോലെ തന്നെ ഓക്കെ, ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഗതാഗത വകുപ്പിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നി. പക്ഷേ അതിനപ്പുറത്തോട്ട് ഇയാൾ ചെയ്തു കൂട്ടിയേക്കുന്ന കുറേ ഭീകര ബോംബ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പുറത്തൊരു നന്മമരം ഇമേജിൽ കാണിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ പുള്ളിയുടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തും പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നന്മ സ്റ്റൈലിലാണ്, അല്ലെങ്കിൽ ആ ഒരു ലൈനിലാണ് പുള്ളി അതിനകത്ത് സംസാരിച്ച് പോയിരിക്കുന്നത്. പിന്നെ അപ്പം പറഞ്ഞു വരുന്നത് പുള്ളി നന്മമരമായിട്ട് പുറത്ത് കാണിക്കുകയാണെന്ന്. അകത്ത് നന്മമരമൊന്നുമല്ല, തനി കൂതറയാണെന്നാണ്. കുറേ പഴയ കഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, നമ്മൾ ആ പ്രായത്തിൽ കുറച്ച് ചെറുപ്പം ആയതുകൊണ്ടും നമുക്ക് അന്ന് ചുറ്റിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളെ പറ്റിയിട്ട് വലിയ ധാരണകളില്ലാത്തതുകൊണ്ടും അതിലോട്ട് നമ്മൾ പോകുന്നില്ല. നിലവിൽ ഈ സംഭവിച്ചേക്കുന്ന വിഷയങ്ങളിലോട്ട് പോകാം. അപ്പം മറ്റു പല കാര്യങ്ങൾ അറിയുന്നവർ ആളുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ പറയാം. നിലവിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇതുപോലെ വാളകത്തുള്ള വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ മറ്റൊരു ലേഡിയായിട്ട് ഇത്തരത്തിൽ ഡിങ്കോൾഫിക്കേഷൻ ആയിരുന്നു. അത് വന്ന് നേരെ ബിന്ദു എന്ന് പറയുന്ന ഈ ഒരു ഭാര്യ വന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫോണിൽ ഡിങ്കോൾഫി ഭാര്യ പൊക്കുന്നത്, അത് ഏതൊരു ഭാര്യ അംഗീകരിക്കില്ല നിങ്ങളത് ഡിങ്കോൾഫി പൊക്കുന്നതൊന്നും. എന്തായാലും മന്ത്രി ഉത്തരം പറഞ്ഞേ പറ്റൂ. പിന്നെ ഉത്തരം പറയുന്നത് ഇങ്ങനെ ഫ്രണ്ട്സാണ്, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അതിനിങ്ങനെ ഡിങ്കോൾഫി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉത്തരം പറയാൻ പാടില്ല. അതായത് UDF ചെയ്താൽ പീഡനവും ഞാൻ പറയുന്നില്ല, LDF ചെയ്താൽ സ്നേഹവും. സ്നേഹമെന്ന് പറഞ്ഞാൽ ലവ് ഉണ്ടായിരുന്നു. ശേഷം ഇവർ ഒരു അതിക്രമത്തിലേക്ക് പോകും. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ എത്തിയപ്പോഴത്തേക്കിന് പുള്ളിക്കാരി 112 വിളിച്ചു. ഇപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറയുമ്പം ഈ ഗണേഷ് കുമാർ പറഞ്ഞതാണ് പ്രണയമാണെന്ന്. അതെന്താണ്? UDF ചെയ്ത UDF ചെയ്ത് കഴിഞ്ഞാൽ അത് പീഡനം. LDF ചെയ്താലോ പ്രണയം. കൊള്ളാം, നല്ല നല്ല ടോപ്പിക്കാണ്. ഉണ്ടായിരുന്നു. അപ്പം സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞേക്കുന്ന, അല്ലെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് മന്ത്രി ഗണേഷ് കുമാർ. അപ്പം അങ്ങനെയുള്ളപ്പം ഈ പിങ്ക് പോലീസ് അല്ലെങ്കിൽ ഈ പോലീസുകാർ അവിടെ വന്നിട്ട് നമ്മുടെ അമ്പറ നിങ്ങൾ പറഞ്ഞാട്ടെ, ഞങ്ങൾ അടിമകൾ അനുസരിച്ചോളാം എന്നുള്ളൊരു ലൈനിലാണ് പോലീസുകാരൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. സൂപ്പറാണ്. അവരെ പറ്റി കൊള്ളാം. പോലീസ് അടിപൊളി. എന്തായാലും ഒരു മന്ത്രിയുടെ ഭാര്യ പറഞ്ഞിട്ട് പോലീസ് കേട്ടിട്ടില്ല. പിന്നെ പാവങ്ങളുടെ കാര്യം നോക്കണോ? പാവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും തിരിഞ്ഞു നോക്കുവോ? വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കാം. ആദ്യം തന്നെ തൻ്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു പുള്ളിക്കാരി വന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അറൗണ്ട് ഒരു 3 മിനിറ്റ് അടുപ്പിച്ചുള്ളൊരു വോയിസ് ക്ലിപ്പാണ്, നമുക്ക് കേൾക്കാം. ഇപ്പൊ മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ അടിപൊളി. മന്ത്രിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടാണ് പൊള്ളിയിട്ടാണ് ഇത് സംസാരിക്കുന്നത്. ഓക്കെ, ഇത് നേരത്തെ നടന്നെന്ന് തോന്നുന്നു. അതെല്ലാം അങ്ങനെ അടക്കി പിടിച്ച് വെച്ചിരുന്നതാണ്. മന്ത്രി ഇന്റർവ്യൂവിൽ വന്നിരുന്ന നല്ല പിള്ള ചമഞ്ഞപ്പം പുറത്തെടുത്തിട്ടതാണെന്ന് തോന്നുന്നു.
2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീലേഖയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലെ ഒരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി ഇപ്പോൾ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണ് തോന്നുന്നു. ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് സംസാരിക്കും, അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഇതെന്തോ വേണ്ട അയ്യേ സംശയരോഗികളോ ട്രാക്ക് ഒക്കെ ചെയ്ത് പിടിക്കാൻ ആരടുത്ത് സംസാരിക്കുന്നത് അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ അകത്ത് പോയി കണ്ടത് കുൽസിതമാണ്. അത് ഇതൊരു ഭാര്യ അംഗീകരിക്കത്തില്ല. എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. പോലീസിനെ വിളിച്ചോ? എന്തായിരുന്നു? ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് മൈ സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നും അല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി. ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്തെ പ്രദീപ് എന്ന് പറഞ്ഞാൽ എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തൻ കയറ്റി. ശാന്തൻ കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് ഇങ്ങേര് വന്നിട്ട് വലിയ ഡയലോഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവസാനം പെണ്ണിനെ ശാന്തം കൊണ്ടുപോയി വിട്ടു. ഗണേഷ് കുമാർ ഓടിപ്പോയി റൂമിൽ കയറി അടച്ച് സുഖമായിട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് തിരിച്ച് രാഹുൽ മാങ്കൂട്ടം കൊടുത്തതും അതിന്റെ കുറച്ച് ഫൺ സാധനങ്ങളും ഉണ്ട്. ഓരോ സമയത്ത് ഓരോരോ രീതിയിൽ നിലപാടുകൾ മാറ്റുന്ന ഒരു തനി രാഷ്ട്രീയക്കാരനാണ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളാരും എന്നെ പിടിച്ച് കോൺഗ്രസ്സുകാരനാക്കല്ലേ. ഇനി ഇതിന് ശേഷം പോലീസുകാർ അവിടെ വന്നിട്ട് എന്താ ചെയ്തതെന്നുള്ള കാര്യം കൂടെ നമുക്ക് കേൾക്കാം. പോലീസ് വീട്ടിലേക്ക് പോലും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്നെ ഈ പ്രദീപ് എന്ന് പറഞ്ഞ ആള് ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് കിടക്കാൻ സമ്മതിക്കില്ല. ഞാൻ പെട്ടിയെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ അതിനെല്ലാം സാക്ഷിയും മനോജും ഉണ്ട് അവിടെ. ശാന്തൻ ആ സ്ത്രീയെ കൊണ്ട് ഓൾറെഡി പോയി കഴിഞ്ഞു. മിനിസ്റ്റർ ഉള്ളിലുണ്ട്. എന്നിട്ട് ഞാൻ ഈ വാതിൽ അടിച്ചത് ഐ വാസ് തിങ്കിങ് ദ പിങ്ക് പോലീസ് വാസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്. അത് ഞാൻ ഹെൽപ്പ് എന്ന് തട്ടുകയാണ്. തട്ടിയപ്പോ തുറക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു മനോജ് ഒന്ന് തുറക്കാൻ പറയും, എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ ഈ പ്രദീപ് സമ്മതിക്കുന്നില്ല. എന്റെ കൈ പിടിച്ച് വലിക്കുകയാണ് തുറക്കാതിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്നത് അത് പുറത്തുണ്ടെന്ന്. അത് കഴിഞ്ഞ് എങ്ങനെ ഞാൻ വാല് തുറന്ന് നോക്കുമ്പോൾ പോലീസും ഇല്ല, പട്ടാളും ഇല്ല, എല്ലാവരും പോയി. പക്ഷെ ഞാനൊരു ടാക്സി ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് പേടിച്ചിട്ട് അവര് പുറത്തായിരുന്നു. ഞാൻ വിളിച്ചു കഴിഞ്ഞു വന്ന് കാറിൽ പെട്ടി വെച്ച് കയറി. വന്നേക്കുന്നത് പിങ്ക് പോലീസ് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി, അതെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പോലീസാണ് പിങ്ക് പോലീസ്. അവര് വന്ന് കയ്യും കെട്ടി നിന്നിട്ട് പോയെന്ന്. കാരണം പവർ അങ്ങനെ നിൽക്കുന്ന ആളുകളല്ലേ. അപ്പൊ അവര് പോലും വന്നിട്ട് ഓ തമ്പറ നിങ്ങളായിക്കോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്നുള്ള രീതിയിൽ അവരങ്ങനെ നിന്നു. അപ്പൊ എന്താണ് ആ ഉദ്യോഗസ്ഥരെ വന്ന് ചെയ്തിട്ടുള്ളത്? നമ്മള് കേരളത്തിലെ നമ്മുടെ ഈ കേരള പോലീസ് എന്ന് പറയുന്നത് ബ്രില്യൻ ഫോഴ്സാണ് ഇന്ത്യയിലെ തന്നെ. പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ ചില ഇതുങ്ങളുള്ളതാണ് ഈ സേനയ്ക്ക് മൊത്തത്തിൽ അപമാനമാവുന്നത്.
എടാ ഇവിടെ നമ്മുടെ 18 ന്യൂ ഇയർ നടന്നപ്പോഴത്തേക്കിന് പോലീസുകാരെല്ലാം വന്നിട്ട് ഒരു ആവശ്യവും ഇല്ലാതെ വന്നിരിക്കുന്നതും പോയേക്കുന്ന ആൾക്കാരെയൊക്കെ ചുമ്മാ കയറി തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും കണ്ണന്തരവ് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? അതെ അതെ, പാവങ്ങളുടെ നെഞ്ചത്തെ കയറുമോ? കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു കള്ളം അവർക്കുണ്ടെങ്കിൽ പോലും അത് ഓക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ എനിക്ക് അനുഭവം വരെ ഉണ്ട് പോലീസിന്റെ കയ്യിൽ നിന്ന്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഇനിയൊന്നും പറയുന്നില്ല. കുറെ എണ്ണം ഉണ്ട് അങ്ങനെ പൈസയുടെ പുറകെ പോകും, പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യമാണ് ഗൈസ്. അവരുടെ പിടുക്ക പറയ്ക്കും, അടിമയെ പോലെ നിൽക്കുകയാണ്. ഇതിലും വേറെ വല്ല പണിക്ക് പോകുന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. എന്താണെങ്കിലും ഗണേഷ് കുമാർ പുള്ളി മറ്റേ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അബൌട്ട് ദ സ്ത്രീകളുടെ സംരക്ഷണത്തെ പറ്റിയിട്ട്. നമുക്കതൊന്ന് കേൾക്കാം. സ്ത്രീകൾക്ക് എൻ്റെ നാടിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ 25 വർഷം ഗണേഷ് കുമാറിനെ MLA ആക്കിയതിൻ്റെ ഗുണം എന്ന ഒറ്റ കാര്യമുള്ളൂ. സ്ത്രീകൾക്കും കുട്ടികൾക്കും യാതൊരു പരിക്കും കൂടാതെ ഏത് പാതിരായ്ക്കും അഭിമാനത്തോടെ അവർക്ക് വന്ന് എവിടുന്ന് ബസ്സിൽ വന്ന് ഇറങ്ങാനോ നടന്നവരെ വീട്ടിലേക്ക് പോകാൻ, ഒരാളുമില്ലാത്ത റോഡിൽ കൂടെ നടന്നവർക്ക് വീട്ടിൽ പോകാൻ സൗകര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതെ അതെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവരുത്തുന്നതായിരിക്കും. അതാണ് എൻ്റെ ഒരു കടമ. ഉളുപ്പുണ്ടാ? അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. ഇപ്പം ഒരു ചൊല്ലുണ്ടല്ലോ, ആദ്യം സ്വന്തം വീട് നന്നാക്കുക എന്നിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങുക എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതേ എനിക്കിവിടെ പറയാനുള്ളൂ കേട്ടോ. സ്ത്രീകളുടെ സുരക്ഷ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട്. പിന്നെ പണ്ട് കണ്ടു പോയേക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, ഇടിയൊക്കെ കിട്ടി ആടിച്ച് അച്ചാറാക്കിയിട്ട് പണ്ട് എന്തോ വൃത്തികേടൊക്കെ കാണിക്കാൻ പോയതിൻ്റെ വിഷയങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇനി ഇതിന് ശേഷം ഗണേഷ് കുമാർ MLA ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാര്യ ഇങ്ങനൊരു ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചല്ലോ, വെളിപ്പെടുത്തിയല്ലോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഗണേഷ് കുമാർ MLA പറയുന്നതോടെ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല. പ്രണയിക്കുന്നവരുണ്ട്, അവിഹിതം അത് ശരിയല്ല. ഒരു ഭാര്യയെ വെച്ചിട്ട് മറ്റൊരു ഭാര്യയെ പ്രണയിക്കുന്നതിനെയാണ് അവിഹിതം എന്ന് പറയുന്നത്. അവിഹിതം അല്ലേ അത്? പ്രണയമല്ല. 5000 പ്രണയമുണ്ട്, എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. പ്രണയമാണ്, സ്നേഹമാണ്, അവിഹിതമല്ല. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും, പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ നമ്മളിവിടെ എന്താണ് കാണുന്നത്? എന്താണ് ഇതേപോലെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ഓരോ സിനിമയിലെ കഥകൾ പറയുകയാണ്. ഓക്കെ, ഇവിടെ എന്താണ് കാര്യം എന്നല്ല, ആ കാര്യം പറയേണ്ടതിന് ഓരോ 500 സിനിമയും പണ്ടത്തെ കാര്യങ്ങൾ. ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും പ്രസംഗത്തിൽ പോയി നിന്നിട്ട് ഇതേപോലെ പ്രസംഗിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അതായത് നമുക്കൊന്നും അറിഞ്ഞൂടെങ്കിലും പണ്ടത്തെ 5-6 കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുക. അതായത് 1959 രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ നടന്നു, 2021 ഇത് അതൊന്നും നടന്നില്ലായിരിക്കും, വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്. ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു, വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. അവരൊക്കെ പ്രണയിച്ച് കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് കള്ളവടിക്ക് പോയില്ല. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ചു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ. അതെ അതെ, ഒരു പെണ്ണിനെ വെച്ചിട്ടല്ല പ്രണയിക്കേണ്ടത്, ഡിവോഴ്സ് ആയിട്ട് അടുത്ത ഒരു പെണ്ണിനെ മാത്രം. അല്ലാതെ 500 പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു, 500 പെണ്ണുങ്ങളെയൊക്കെ പ്രണയിച്ചാൽ അത് പ്രണയമല്ലേ, അവിഹിതം. മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചാണ്. ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലാണ്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത്, പൈസ കൊടുത്ത് ആക്രമിക്കുന്നത്, ഇത് അപ്പുറത്തെ അതായത് UDF ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയല്ലല്ലോ പറയണേ, സ്വന്തം കാര്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് ഒതുക്കി വിടും. കൊള്ളാം, നല്ല ആൾക്കാരാ. രാഷ്ട്രീയം ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട, ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണ്. എൻ്റെ വ്യക്തിപരമായ ഇത് കാര്യങ്ങളിൽ ആരും ഇടപെടണ്ടെന്ന് ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ അപ്പുറത്തെ പാർട്ടിക്കാരായിട്ട് പറഞ്ഞത്. സഖാവ് ഇങ്ങനെ അല്ലല്ലോ, എല്ലാ സഖാക്കന്മാരും കൂടി ഇപ്പൊ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ, അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ. കൊള്ളാം. നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ നന്മ ചെയ്തിട്ട് അപ്പുറത്ത് എന്ത് തെണ്ടിത്തരം ചെയ്താലും ഒന്നും പറയരുതെന്നാണ് പറഞ്ഞു വരുന്നത്. പ്രണയത്തെ പറ്റിയിട്ടുള്ള ഫിലോസഫി കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഈ ആശാന് അടുപ്പിലും ഊതാം എന്നുള്ളൊരു പരിപാടി കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് അതെന്താണ് കാര്യം? തൊട്ടിപ്പുറത്ത് ഒരു ഭാര്യയുണ്ട്, ഭാര്യ ഉള്ളപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക, ആകെ മൊത്തം കമ്പോള വിഷയമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതെന്താണ്? ഇത് വന്ന് പൊക്കാൻ വന്ന ഭാര്യനെ
ഇതുപോലെ അതിനകത്ത് കഥയൊക്കെ അടച്ച് തുറത്ത് വിടാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക. അങ്ങനെ മൊത്തം ലാസ്റ്റ് 112 അവർ വിളിക്കുമ്പോൾ പോലും പോലീസുകാർ ഒരു നോക്കുകുത്തിയായിട്ട് ഇരുന്നിട്ട് സ്ത്രീകളുടെ സംരക്ഷണത്തെ പറ്റിയിട്ടൊക്കെ ഭയങ്കര സന്തോഷവാനാണെന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഭാര്യയ്ക്ക് സംരക്ഷണം കൊടുക്കാതെ ഇങ്ങനെ വലിയ വായ്ത്താളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോന്നടേ ഇത്? വാട്ട് ഈസ് ദിസ് ബ്രോ? എന്താണ് മനസ്സിലാവണില്ല. എന്നിട്ട് ഇവരെയൊക്കെ മാധവക്കുട്ടിക്ക് അവർ പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർക്ക് ഇന്നെ ഉണ്ടായിരുന്നു, ഒരു 5000 പ്രണയം കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ തട്ട് വീടുകയാണ്. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇതിന് കൃത്യമായിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ട് ഒരു സ്ഥാനം എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ഗണേഷ് കുമാറിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ലേ അധപ്പതനം, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഈ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതല്ലേ അധപ്പതനമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ്? നിങ്ങൾക്കതറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? അത് സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണോ നിങ്ങൾക്കതറിയാത്തത്? എൻ്റെ ചോദ്യം, കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112 ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്ര ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളത് ചോദിക്കുന്നില്ല, എൻ്റെ മനസ്സിലുണ്ട്. അതെ അതെ, പൈസ ഉള്ളവനാണെങ്കിൽ ആരും അവിടെ എത്തില്ല. പിങ്കും പോലീസും എത്തില്ല, റെഡ് പോലീസും എത്തില്ല. നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഇതൊക്കെ പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണല്ലോ. ഇപ്പോൾ രാഹുല് അറിയാത്തതാണോ? ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വാർത്തകൾക്ക് നമുക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട് അല്ലേ? ഏതൊക്കെ വാർത്തയാക്കണം, ഏതൊക്കെ വാർത്തയാക്കേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വാർത്തയാക്കാൻ താല്പര്യം, പിന്നെ ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്കറിയാത്ത എന്തോ ഒരു കാര്യം ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട, നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണത്. കൊടുത്തു മീഡിയയ്ക്കും കൊടുത്തു, ഗണേഷ് കുമാറിനും കൊടുത്തു. അപ്പൊ ഞാനിത് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഭയങ്കര മാസാണ് ആസാണെന്നുള്ള സാധനമൊന്നും അല്ല കേട്ടോ. അതെ അതെ, മാസാണുമല്ല ആസാണുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ സണ്ണി ലിയോൺ വെടിയാണെന്ന് മിയ ഖലീഫ പറയും പോലെയാണ് പറയുന്നത്. ഇവിടെ മുമ്പ് ഒരിക്കൽ ഗണേഷ് കുമാർ ഇങ്ങനൊരു സാധനം അങ്ങോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നടന്ന ഒരു ടൈമില്. ഈ അധപ്പതനം എന്നൊരു സാധനം രാഹുൽ മാങ്കൂട്ടം പറയാനുള്ള കാരണം നമുക്കിനി കേൾക്കാം. അന്ന് ഗണേഷ് കുമാർ പറഞ്ഞു, ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ടു പോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം ഞങ്ങൾ. ഇപ്പോഴും ഇതാണ് പറയുന്നുള്ളത്. LDFന് ചങ്കുറപ്പുണ്ടെങ്കിൽ രാജിവെക്കാൻ പറയണം. ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. അതെ അതെ, ഇനിയിപ്പോ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ലല്ലോ. അതായത് ഒരെണ്ണം വച്ചിട്ട് അടുത്ത് പോയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം. LDFനും എന്തോ ഒരു പേടിയുണ്ട്. അല്ലപ്പം ഇതിനകത്ത് ഈ പറയുന്ന നേതാക്കൾ നിങ്ങളുടെ അടുത്തപ്പം ഇതേ ലൈൻ തന്നെയാണോ പറയണം എന്നുള്ളതാണോ നിങ്ങളിവിടെ പറയാതെ പറയുന്നത്? അന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിനാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇവരുടെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു സാധനങ്ങളുണ്ട്. അതിപ്പോൾ ഒരു പാർട്ടിയിൽ അംഗമായിട്ടല്ല, ഈ ചില ആളുകൾ അവരുടെ ഇതിനകത്ത് ഈ പറയുന്ന നേതാക്കൾ നിങ്ങളുടെ അടുത്തപ്പം ഇതേ ലൈൻ തന്നെയാണോ പറയണം എന്നുള്ളതാണ്. അതെ അതെ, ഇതേ ലൈൻ തന്നെ പറയണം. എന്തായാലും രാജിവെക്കാൻ പറയണം. കാരണം രാജിവെക്കാൻ പറഞ്ഞാൽ ഉടനെ കേൾക്കുന്ന ആളാണ്. കാരണം അങ്ങനെയൊക്കെ അല്ലേ തട്ടിവിടുന്നത്. നിങ്ങളിവിടെ പറയാതെ പറയുന്നത് അന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിനാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇവരുടെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു സാധനങ്ങളുണ്ട്. അതിപ്പോൾ ഒരു പാർട്ടിയിൽ അംഗമായിട്ടല്ല, ഈ ചില ആളുകൾ അവരുടെ സ്വഭാവം കാണിക്കും. അതിൽ ഒരിക്കലും പാർട്ടിക്ക് നിയന്ത്രിക്കാൻ, ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു പാർട്ടിക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? സ്വന്തമായിട്ട് കുഴിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ തന്നെയാണ്. പറയാതെ പറയുകയാണ്. ഒരാളൊരു പദവിയിലിരിക്കുന്നു, അദ്ദേഹം രഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പണം വാങ്ങുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യമൊന്നും പാർട്ടിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞാൽ നടപടിയെടുക്കും. അറിഞ്ഞാൽ നടപടിയെടുക്കും. ഇത് നടപടി എടുക്കണം ഗൈസ്. എടുക്കാത്തത് കൊണ്ടാണല്ലോ ഈ സംശയം തോന്നുന്നത്. അവർക്കെതിരെ അതിന്റെ സത്യാവസ്ഥ. ഇത് ഇങ്ങനെ ഒരു മറുപടി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബരിമല ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണ കൊള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവത്തെ പറ്റിയുള്ള ചോദ്യം വന്നപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ഒന്നും ഇവിടെ വേറൊന്നും. ഇനി ഈ ദിവസങ്ങളിൽ ഇനി പറഞ്ഞേക്കുന്ന അടുത്തൊരു സാധനങ്ങളുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ അത് പുറത്തേക്കിട്ട് വലിയ ചർച്ചകൾക്ക് വഴി ശ്രമിക്കുകയാണ്. എന്തിനാ ഈ മനസ്സിലാകുന്നില്ല, ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? അത് തന്നെ, ഒരാളുടെ രാഷ്ട്രീയവും ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യം തമ്മിൽ എന്ത് ബന്ധം? ഇത് നിങ്ങൾ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത് അധപ്പതനമാണ്. ഇവിടെ നിങ്ങൾ പറയണം, നിങ്ങൾ ഇറങ്ങി പോടാന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾ തന്നെ ഇപ്പുറത്തൊരു ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് നേരെ അഗൻസ്റ്റ് ആയിട്ടൊരു സാധനം വന്നപ്പോൾ നിങ്ങൾ നേരെ പറയുകയാണ് ഇത്തരത്തില്
ഇത് ഒരു വ്യക്തികൾ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? വ്യക്തികളും ഇത് സാധനം തമ്മിൽ ഒരു ബന്ധമില്ല. നെഹി എന്ന് പറഞ്ഞാൽ നെഹി, ചോറ് മതി. പിന്നെ മറ്റേ ആളെ കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ ആഘോഷം നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു, സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി, രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാൻ നടക്കുന്നവന്മാരല്ലേ അഭിപ്രായം പറയാം? പത്തനാപുരത്ത് എടുത്ത അഭിപ്രായം പറയുന്നുണ്ട്. അവൻ്റെ പ്രധാന ആനയെന്ന് പറയുമ്പോൾ ചേനയെന്ന് പറയുന്ന ആൾക്കാരാണ്. ജോലി പാറ പൊട്ടിപ്പും അഴിമതിയും കൊള്ളയും പിടിച്ചുപറിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ദയനീയമായി തോറ്റ ആളാണ്. അതിനൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട. കല്യാണം കഴിച്ച 2 പിള്ളേരായിട്ടും കേസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തോ പറയാം. അല്ല, ഈ IVF-ന്റെ ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ നിങ്ങളെ പറ്റിയിട്ട് ആ ബോംബൊക്കെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് പലർക്കും അറിയുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതായിരിക്കും. ചില ആളുകൾക്കെങ്കിലും ഇതെന്റെ അടുത്ത് 2 വർഷം മുന്നേ ഒരാള് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരാൾ ഇങ്ങനെ അറിഞ്ഞു നിൽക്കുന്നൊരു സാധനമാണ്. ആ ബോംബൊക്കെ പുറത്തോട്ട് പൊട്ടുമോ? അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നിങ്ങളെ 2 ത്രാസി തൂക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. കാര്യം ഇവിടെ ഒരു ഇത്തിരി കൂടുതലാണ് എന്നാണെങ്കിലും അടുത്ത കേൾക്കാം. ഒരു SC നഗരമാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. അതെ, മറ്റതല്ല ഗണേഷ് കുമാർ, അതാണ് ഗണേഷ് കുമാർ. എന്ത് ഒരു ആശങ്കയും വേണ്ട. ഇത് രാഷ്ട്രീയമാണ്. ഇലക്ഷൻ എടുത്തപ്പോൾ ഇന്നലെ NSS ജനറൽ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്ത, അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം തീരുമാനിക്കും. എൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് പറയാണ്, ഗണേഷ് കുമാർ നിങ്ങൾ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം രാജിവെക്കും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ പിതൃസ്ഥാനീയനായി നിന്ന് എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് NSS ജനറൽ സെക്രട്ടറി. പറയാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അഭിമാനമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനം ഞാൻ ഒന്നും കുറച്ച് പൊക്കി പറയുകയാണ്. ഓക്കെ, എന്തായാലും രാജിവെക്കാൻ പറയരുതല്ലോ, അതുകൊണ്ട് പിതാവിന്റെ സ്ഥാനത്ത് കാണുകയാണ് എന്നൊക്കെ പൊക്കി അടിക്കുകയാണ്. ഇത് എനിക്കും പറയാനുള്ളൂ. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അത്രേ ഉള്ളൂ. അതല്ലേ അതിന്റെ ഒരു ന്യായം. ഇത് നമ്മളാരും പറഞ്ഞല്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞ സാധനമാണ്. ഇത് തകതിക്ക് നല്ല രീതിയിൽ പെണ്ണുപിടി നടക്കുന്നുണ്ടല്ലേ. എന്നിട്ട് ഇതെന്താണ് വേറൊരാൾ ചെയ്യുമ്പോഴത്തേക്ക് അവൻ ചെയ്യാൻ പാടില്ല, അവനെ താഴെ ഇറക്കണം. പക്ഷെ നമുക്ക് ഇതാ പറഞ്ഞ ആശാൻ അടുപ്പില് മൂതാവെന്ന് പറയുന്ന പോലെ എന്തോന്ന് ഇത്. എന്നാണെങ്കിലും വരും ദിവസങ്ങളിൽ മറ്റു ചില സാധനങ്ങളൂടെ പുറത്തോട്ട് വരും എന്നുള്ളത്. അതെ, വീഡിയോ തീർന്നെന്ന് തോന്നുന്നു ഗൈസ്. ഇത്രയൊക്കെയാണ് ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത്. സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്, പൊട്ടിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ത്രാസ് താന്നിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാൻ കാര്യങ്ങൾ. ഓക്കെ, സോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, റിയാക്ഷൻ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ഇതിലും നല്ല മികച്ച വീഡിയോ കാണാം ഗൈസ്. ബൈ.